നിങ്ങൾ പറഞ്ഞ പൊതുവിൽ ശരിയാണെങ്കിലും മലപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ ഉണ്ടായ ചരിത്രവും ഉണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് ജില്ലയിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളും ഇടതുപക്ഷം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. നമ്മുടെ ഈ മലപ്പുറം ജില്ലാ കേന്ദ്രത്തിലെ മലപ്പുറം ഉൾപ്പെടെ എല്ലാ തെരഞ്ഞെടുപ്പിലും ആ നേട്ടം ആവർത്തിക്കാനൊന്നും സാധിച്ചിട്ടില്ല. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൊതുവിൽ അനുകൂലമായി വരുന്ന സമയത്ത് മലപ്പുറത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ പ്രകടമായ ഒരു ഇടതുപക്ഷ വിജയം മലപ്പുറത്ത് ഉൾപ്പെടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ലീഗിന്റെ സെക്രട്ടറിയുടേതായ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. എനിക്കത് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഉപയോഗിച്ച വാചകം തെരഞ്ഞെടുപ്പ് ധാരണയില്ല, നീക്കുപോക്ക് മാത്രം അല്ലേ? അങ്ങനെയാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്. സത്യത്തിൽ ധാരണയും നീക്കുപോക്കും ഒന്ന് തന്നെയാണ്. ചില ഘട്ടത്തിൽ പറയാറുണ്ട് സഖ്യമില്ല, ധാരണ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്നാൽ വസ്തുത അതല്ല. ഇപ്പോൾ UDF ഒരു ഘടകകക്ഷിയായി മാറിയിരിക്കുന്നു. ഔപചാരിക പ്രഖ്യാപനം വന്നിട്ടില്ലായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഘടകകക്ഷിയായി മാറിയിരിക്കുന്നു, ഒരുമിച്ച് മത്സരിക്കുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ KP മജീദ് സാഹിബ് അല്ലേ? അദ്ദേഹമാണ് ഇപ്പോൾ ആണോ? അല്ല, എന്തായാലും ദേശീയ വൈസ് പ്രസിഡന്റ്. എനിക്ക് സ്ഥാനം മാറിപ്പോയതാണ്, ക്ഷമിക്കുക. അപ്പോൾ ദേശീയ വൈസ് പ്രസിഡൻ്റാണെന്നാണ് മഹേഷ് എന്നെ തിരുത്തിയത്. KP മജീദ് സാഹിബ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ ഈ മുന്നണി ആയി മത്സരിക്കുന്നതിൻ്റെ ഉദാഹരണം എമ്പാടുമുണ്ട്, നമ്മുടെ മുൻപിൽ എമ്പാടുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മുൻപൊക്കെ അവർ വ്യത്യസ്ത നിലപാടാണല്ലോ സ്വീകരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനെതിരായിരുന്നു ഒരു ഘട്ടത്തിൽ അവർ. അങ്ങനെ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. വോട്ട് ചെയ്യുന്നത് നല്ല തന്നെയാണ്. പിന്നെ അവർ കുറേ കാലം വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ UDF ഒരു ഘടകകക്ഷിയായി രൂപപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായി UDF പിന്തുണ കൊടുത്തു സംസ്ഥാന വ്യാപകമായി. അങ്ങനെ UDF പ്രവേശനത്തിനുള്ള അരങ്ങൊരുക്കി. ഈ തെരഞ്ഞെടുപ്പിൽ ഔപചാരികമായി UDF ഭാഗമായി തന്നെ മാറി. അവരിനി അതിന് ധാരണയെന്നാണോ സഖ്യമെന്നാണോ വിളിക്കുക എന്നത് മറ്റൊരു പ്രശ്നമാണ്. നാം കാണുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ച, മുസ്ലിം സാമൂഹ്യ സംഘടനകളും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയെ ഒരു അകലത്തിൽ നിർത്തിയിരുന്ന ചരിത്രമാണുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നൊരു വിഭാഗമാണ് എന്നതുകൊണ്ടാണ്. മതരാഷ്ട്രവാദമാണ് മുൻപോട്ട് വെക്കുന്നത്. ഇപ്പോൾ പൂക്കോയ തങ്ങളുടെ കാലത്തോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ലീഗ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ വന്ന് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി ഫലത്തിൽ മാറി. അതാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ. ആ നിലപാടുകളെ സ്വാധീനിക്കുക മാത്രമല്ല, അതിനെ നിർണയിക്കുക തന്നെ ചെയ്യുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറി. ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുകയും അങ്ങനെ ലീഗിൻ്റെ നിലപാടുകൾ കൈക്കൊള്ളുന്നതിൽ വലിയ പങ്കുവഹിച്ച് UDF തന്നെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിലയിലേക്കാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം. അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിരിക്കില്ല എന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എൻ്റെ മാത്രം ഒരു അഭിപ്രായമല്ല. ഞാനിപ്പോൾ ഇന്ന് കണ്ടത് എല്ലായ്പ്പോഴും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാളാണ് ബഹുമാന്യനായ കാരശ്ശേരി മാഷ്. അപ്പോൾ MN കാരശ്ശേരി മാഷ് വളരെ ശക്തമായി തന്നെ ഈ അപകടം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു CPM പ്രവർത്തകൻ്റെ ആരോപണമോ പ്രശ്നമോ അല്ല. നമ്മുടെ സമൂഹത്തിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം ഇതിൽ ആകുലരാണ്. കോൺഗ്രസിൻ്റെ തന്നെ ഉറച്ച വോട്ടർമാരിൽ ഈ കാര്യം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അവരെല്ലാം മതനിരപേക്ഷ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.